എൽ ക്ലാസിക്കോ ലോകത്തെ സമ്പന്നമായ രണ്ട് ഫുട്ബോൾ ക്ലബ്ബുകൾ ബാഴ്സലോണയും റയൽ മാഡ്രിഡും. അവർ തമ്മിൽ സ്പാനിഷ് ലാലിഗയിൽ എല്ലാ വർഷവും 2 തവണ ഏറ്റുമുട്ടും. ഇതാണ് എൽ ക്ലാസിക്കോ മത്സരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച എൽ ക്ലാസിക്കോ പോരാട്ടം ഏതെന്ന് ഫുട്ബോൾ പണ്ഡിതരോട് ചോദിച്ചാൽ പോലും റൊണാൾഡോയും ലിയോ മെസ്സിയും തമ്മിലുള്ള അംഗമായിരുന്നു. എന്നാൽ ഫുട്ബോൾ എന്നത് പലപ്പോഴും യുദ്ധങ്ങളാണ്. ലോകകപ്പ് ചരിത്രമെടുത്താൽ അത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളാണ്. ബ്രസീലും അർജന്റീനയും ഏറ്റുമുട്ടിയ മത്സരങ്ങളെല്ലാം രാജകീയമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റിൽ ഏറ്റുമുട്ടുന്നത് പോലെയാണല്ലോ ബ്രസീൽ അർജന്റീന ഫുട്ബോൾ മത്സരങ്ങളെ വിശേഷിപ്പിക്കാറ്. രണ്ടും വലിയ ഫുട്ബോൾ രാജ്യങ്ങൾ, ഒരേ വൻകരക്കാർ, അയൽക്കാർ. പക്ഷേ കാൽപന്തിന്റെ കാര്യം വരുമ്പോൾ അത് രാജ്യയുദ്ധമാണ്. പെലയെ ഉയർത്തിയാണ് എന്നും ബ്രസീൽ ഗാഥ. പെല കളിക്കുമ്പോഴും ഇപ്പോഴും അത് തന്നെ അവസ്ഥ. അർജന്റീനക്കാരുടെ ഇതിഹാസ താരം കുറെ കാലം ഡിയേഗോ മറഡോണയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്ഥാനം മെസ്സിക്കായി. രാജ്യത്തിന് ഇതുവരെ ലോകകപ്പോ കോപ്പ അമേരിക്ക കിരീടമോ സമ്മാനിക്കാൻ മെസ്സിക്കായിട്ടില്ലെങ്കിലും ലോക ഫുട്ബോൾ എന്നത് സത്യത്തിൽ മെസ്സിയാണെന്ന കാര്യം അർജന്റീനക്കാർക്കറിയാം. അതിനാൽ ഒരു ലോകകപ്പ് അദ്ദേഹം രാജ്യത്തിന് സമ്മാനിക്കുമെന്ന സ്വപ്നത്തിലാണ് അർജന്റീനക്കാർ. രാജ്യങ്ങൾ തമ്മിലുള്ള അംഗചരിത്രത്തിൽ എന്നും മുന്നിൽ ബ്രസീൽ അർജന്റീന പോരാട്ടങ്ങളാണെങ്കിൽ ക്ലബ്ബുകളുടെ ചരിത്രം നോക്കിയാൽ അത് ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിലാണ്. സത്യത്തിൽ എൽ ക്ലാസിക്കോ എന്നത് നഗര ചരിത്രമാണ്. സ്പെയിൻ ലോക ഭൂപടത്തിൽ വലിയ രാജ്യമല്ല, പക്ഷേ ഫുട്ബോൾ ചരിത്രത്തിൽ എന്നും സ്പെയിൻ വലിയ സ്ഥാനം നേടിയിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ 2 പട്ടണങ്ങളാണ് മാഡ്രിഡും ബാഴ്സലോണയും. മാഡ്രിഡ് രാജ്യ തലസ്ഥാനമാണ്. അവരാണ് സ്പാനിഷ് ദേശീയതയുടെ പ്രതീകം. എന്നാൽ ബാഴ്സലോണ എന്നത് കറ്റാലൻ ദേശീയതയുടെ വക്താക്കളും. കറ്റാലിയൻ എന്നത് ഒരു ഭാഷയാണ്. ആ ഭാഷ സംസാരിക്കുന്നവരുടെ വലിയ ആവശ്യം ബാഴ്സലോണ നഗരം ആസ്ഥാനമാകൊണ്ടും മെസ്സി തന്നെ. റയലിന്റെ ചരിത്രത്തിൽ മുന്നിൽ നിൽക്കുന്നത് റൊണാൾഡോ തന്നെ. സിദാൻ, റൊണാൾഡോ, ലൂയിസ് ഫിഗോ, റൗൾ ഗോൺസാലസ്, ഡേവിഡ് ബെക്കാം തുടങ്ങി ആധുനിക ഫുട്ബോളിലെ ഉന്നതരെല്ലാം റയലിന്റെ ജേഴ്സിയിൽ കളിച്ചവരാണ്. ഈ 2 ക്ലബ്ബുകളുടെ ആസ്ഥാനങ്ങളും ചരിത്രമാണ്. റയലിന്റെ സ്വന്തം മൈതാനമായ സാന്തിയാഗോ ബെർണബ്യൂയിൽ പലപ്പോഴും ദേശീയ പ്രതീകമാണ്. 100,000 പേർക്കാണ് ഇവിടെ ഇരിപ്പിടം. ഇവിടെ കളി കാണാൻ വരുന്നവരെല്ലാം റയലിന്റെ വെളുത്ത ജേഴ്സിയിലായിരിക്കും. ആ കാഴ്ച തന്നെ രസകരമാണ്. എൽ ക്ലാസിക്കോ പോരാട്ടം ബെർണബ്യൂയിൽ നടക്കുമ്പോൾ മുഴുവൻ ദേശീയവാദികളും അതിനൊപ്പമാണെങ്കിൽ ബാഴ്സയുടെ ആസ്ഥാനം ന്യൂ ക്യാമ്പാണ്. അവിടെ ദേശീയവാദികൾ പറയാറുള്ളത് വിമത ക്യാമ്പ് എന്നാണ്. കറ്റാലൻ ദേശീയ പതാകയുമേന്തിയാണ് അവർ എൽ ക്ലാസിക്കോ കാണാൻ വേണ്ടി മത്സരങ്ങൾക്ക് എത്താറുള്ളത്. ഇതുവരെ നടന്ന എല്ലാ എൽ ക്ലാസിക്കോ മത്സരങ്ങളും ഫുട്ബോൾ ഭാഷയിൽ പറഞ്ഞാൽ സോൾഡ് ഔട്ട് ആണ്. അതായത് ഒരു ടിക്കറ്റ് പോലും വെറുതെ ആയിട്ടില്ല. 1943 കിങ്സ് കപ്പിൽ റയൽ ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയത് 11-1 എന്ന സ്കോറിനായിരുന്നു. ലാലിഗ ചരിത്രത്തിൽ അഥവാ എൽ ക്ലാസിക്കോ പോരാട്ടങ്ങളിലും വലിയ വിജയം റയലിനു തന്നെ. 1949 പോരാട്ടത്തിൽ 6-1 റയൽ വിജയിച്ചത്. ബാഴ്സലോണ 5 ഗോളിന് റയലിനെ തകർത്തിരുന്നു. ഫുട്ബോളിലെ യഥാർത്ഥ യുദ്ധമാണ് എൽ ക്ലാസിക്കോ. ലോകകപ്പിൽ കാണുക രാജ്യങ്ങളുടെ പോരാട്ടങ്ങളാണെങ്കിൽ എൽ ക്ലാസിക്കോയിൽ കാണുന്നത് ലോകോത്തര താരങ്ങളുടെ പോരാട്ടമാണ്. അവിടെ അർജന്റീനയും ബ്രസീലും പോർച്ചുഗലും ഇംഗ്ലണ്ടും നൈജീരിയയും കാമറൂണും സ്പെയിനും ഇറ്റലിയും ഹോളണ്ടുമെല്ലാം ഒന്നാണ്. ശരിക്കും നമുക്കത് താരമാമാങ്കമാണെങ്കിൽ സ്പെയിൻകാർക്കത് യുദ്ധങ്ങളാണ്.